നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിന് ഇരട്ട വോട്ടുണ്ടെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടാണ് ബി.ജെ.പി. നടത്തിയിരിക്കുന്നതെന്നും വി.കെ. ശ്രീകണ്ഠൻ. യു.ഡി.എഫ്. രാഷ്ട്രീയത്തോടുള്ള വിരോധമാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്ന് എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി പി. സരിൻ. കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതെന്നും പി. സരിൻ. ദേശീയപാത നീലിപ്പാറയിൽ നിന്നും കാറും യാത്രക്കാരെയും തട്ടിയെടുത്ത സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാർ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. പതിനായിരങ്ങൾക്ക് ദർശന സായുജ്യമേകി കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള ദേവരഥ സംഗമം. കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള രഥപ്രയാണത്തിന് സമാപനമായി. വാർത്തകൾ വിശദമായി. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിന് ഇരട്ട വോട്ടുണ്ടെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പട്ടാമ്പിക്കാരനായ ഹരിദാസിന് പാലക്കാട് സുൽത്താൻപേട്ടയിലെ പോളിംഗ് ബൂത്തിലും വോട്ടുണ്ടെന്നും വി.കെ. ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന്റെ താഴെ പ്രവർത്തിക്കുന്ന ജീവനക്കാർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു വോട്ട് ചേർക്കാൻ തന്നാൽ അത് ജെന്യുവിനായിട്ടുള്ള അപേക്ഷയാണോ എന്ന് പരിശോധിക്കേണ്ടത് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അതിൻ്റെ താഴെ പ്രവർത്തിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളവരാണ്. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ പരിശോധിച്ച് അത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അവസാനം അന്തിമമായിട്ട് ആ അപേക്ഷ അംഗീകരിക്കേണ്ടത് ഇലക്ടറൽ ഓഫീസറാണ്. അപ്പോൾ വലിയ തോതിലുള്ള ഗൂഢാലോചന. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി.ജെ.പി. ആണ്. അതുപോലെ തന്നെ ഈ നേരത്തെ ആരോപണം ഉണ്ടായിട്ടുള്ള കണ്ണാടി പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ.ഡി.എഫ്. ആണ്. അപ്പോൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടാണ് ബി.ജെ.പി. നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യു.ഡി.എഫ്. രാഷ്ട്രീയത്തോടുള്ള വിരോധമാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്ന് എൽ.ഡി.എഫ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി പി. സരിൻ. മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം എന്ന് കഴിഞ്ഞ 16 മണിക്കൂറിൽ നിന്നായി ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിലെ പോളിംഗ് ശതമാനം 9.8% കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഏപ്രിൽ 26 വോട്ട് ചെയ്ത വോട്ടർമാരിൽ 100,000 പേർ വയനാട് ലോക്സഭയുടെ പരിധിയിൽ ചുരുങ്ങിയത് 100,000 പേർ 6 മാസങ്ങൾക്കുള്ളിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ജനാധിപത്യത്തിൽ വോട്ടർമാരുടെ വില എന്താണ് എന്ന് വോട്ടർമാരുടെ വിലയേറിയ വോട്ടുകൾ വാങ്ങി ജയിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വോട്ട് ചെയ്യാതെ ജനങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. സമാനമായൊരു സാഹചര്യം പാലക്കാടുമുണ്ട്. അവിടെ 6 മാസം എന്നുള്ളത് ഒരു 36 മാസം എന്നുള്ളൊരു കണക്കിലേക്ക് നീളുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. 2021 വിലയേറിയ വോട്ടുകൾ ജയിച്ചു വാങ്ങിപ്പോയ ഒരു മുന്നണിയും ഒരു പ്രസ്ഥാനവും അതിൻ്റെ സ്ഥാനാർത്ഥിയും വിജയിച്ച് MLA ആയതിനു ശേഷം പാലക്കാട് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതിൻ്റെ തീർത്താൽ തീരാത്ത ജനാധിപത്യ പക ഇവിടുത്തെ വോട്ടർമാർ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക എന്ന് മുന്നണികൾ പറയുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ വോട്ടിൻ്റെ മതിപ്പ് ഒരാൾക്ക് നൽകിക്കൊണ്ടാണ് അവരത് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ പ്രകടിപ്പിച്ച ഒരാൾ 36 മാസം തികയുന്നതിന് മുന്നേ രാജിവെച്ചു എന്നുള്ളതാണ് പാലക്കാടിൻ്റെ സ്ഥിതി വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുമ്പോൾ അതിൻ്റെ പ്രായശ്ചിത്തം എന്താണ്, അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണെന്നും പി. സരിൻ പറഞ്ഞു. കോൺഗ്രസിലെ ഒരു വിഭാഗം തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത നീലിപ്പാറയിൽ നിന്നും കാറും യാത്രക്കാരെയും തട്ടിയെടുത്ത സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാർ വിരലടയാള വിദഗ്ധനും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി.
വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത വാണിയമ്പാറ നീലിപ്പാറയ്ക്ക് സമീപത്ത് വെച്ചാണ് 3 കാറിലെത്തിയ സംഘം മറ്റൊരു കാറിൽ സഞ്ചരിച്ച് 2 പേരെയും കാറും തട്ടിയെടുത്തത്. കാറിൽ സഞ്ചരിച്ച ഫോർട്ട് കൊച്ചി റിയാസ് 47 വയസ്സ്, ആലുവ സ്വദേശി ഷംന 46 വയസ്സ് എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇവരെ തൃശൂർ പുത്തൂർ ഭാഗത്ത് ഇറക്കി വിടുകയും കാർ കൊന്നഞ്ചേരിക്ക് സമീപം ഉപേക്ഷിക്കുകയും ചെയ്തു. കാറിൽ സഞ്ചരിച്ച ഇരുവരെയും സംഘം മർദ്ദിച്ചിട്ടുണ്ട്. ഇരുവരും തൃശൂരിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. ഉപേക്ഷിക്കപ്പെട്ട കാർ സയന്റിഫിക് വിഭാഗവും വിരലടയാള വിഭാഗവും പരിശോധന നടത്തി. സയന്റിഫിക് ഓഫീസർ PP ആനന്ദ്, വിരലടയാള വിദഗ്ധൻ R രാജേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ശിശുദിനത്തോടനുബന്ധിച്ച് ആയക്കാട് CA ഹൈസ്കൂളിൽ ചിത്രരചനാ മത്സരം നടത്തി. പ്രശസ്ത ചിത്രകാരൻ സുദേദാസ് കാരപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ജയവല്ലി അധ്യക്ഷയായിരുന്നു. സ്കൂൾ മാനേജർ മെറീന പോൾ സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ അനൂപ്, സ്റ്റാഫ് സെക്രട്ടറി K ശോഭ, അസ്നാർ കുട്ടി എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ശിശുദിനത്തോടനുബന്ധിച്ച് നിറം 2024 എന്ന പേരിൽ എൻ്റെ ലോകം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു ചിത്രരചനാ മത്സരം CAHSS വെച്ച് നടത്തുകയുണ്ടായി. 100-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വളരെ വൈവിധ്യമാർന്ന രീതിയിൽ എൻ്റെ ലോകം എന്ന ആശയത്തെ ചിത്രങ്ങളാക്കി മാറ്റിയത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. എല്ലാ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ വളരെ നല്ല പിന്തുണയോടുകൂടിയാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. അതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. അതിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്യുന്നു. ഇതിന് പിന്തുണ കൊടുത്ത എല്ലാ അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നു. കുട്ടികളുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യമാക്കിയാണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. പാലക്കാട് LDF സ്ഥാനാർത്ഥി P സരിന് വേണ്ടി യുവജനതാദൾ S പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷത്തിന്റെ കൂടെ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്ന വിടുവായ്പം വിളിച്ചു പറയുന്ന ഒരു MLA ആയിരിക്കില്ല ഈ നാട് ആഗ്രഹിക്കുക. ഇവിടെ ഈ നാടിന്റെ വികസനത്തെ വിജീഷ് കണ്ണിക്കണ്ടത്ത് അധ്യക്ഷനായിരുന്നു. യുവജനതാദൾ S സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T മഹേഷ്, AYF സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജഹാൻ, ശരത്, PJ ബേബി, സതീഷ് ചേർത്തല, ജാസിർ ഹുസൈൻ, ശ്യാം പാർത്തൻ, ബാലമുരുകൻ എന്നിവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം ജില്ലാ പ്രസിഡന്റ് NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കുന്നതുമായി പുറത്തുവന്ന ചിത്രങ്ങൾ വ്യാജമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റൊരു പരിപാടിക്കിടെ എടുത്ത ഫോട്ടോ ദുരുപയോഗം ചെയ്യുകയായിരുന്നെന്നും ഭാരവാഹികൾ പറഞ്ഞു. എഴുത്തച്ഛൻ സമാജം ഈ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് ER ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ശശീന്ദ്രൻ, സുരേഷ് വേലായുധൻ, MC ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തുറന്ന പിന്തുണ പ്രഖ്യാപിക്കത്തക്ക രീതിയിലുള്ള സംവിധാനമല്ല ഒന്ന്. കാരണം എല്ലാ ഗവൺമെന്റും സമയാസമയങ്ങളിൽ വിഷയങ്ങൾ വിശദമായിട്ട് ഓരോരോ കാര്യങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ നിലവിൽ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇനിയും 1.5 വർഷത്തോളം ഭരണം ഉണ്ട്. തുടർന്ന് ആര് വരുന്നതോ അറിയില്ല. അപ്പൊ അവർക്ക് ഒരു പിന്തുണ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ടയിലുള്ള വിഷയമല്ല. നേരെ മറിച്ച് ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് EWS ആയിക്കോട്ടെ, ജാതി സെൻസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് എയ്ഡഡ് കോളേജിന്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, അനുവദിച്ചതിനാലുള്ള സാവകാശം അവർക്കുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും തരാം. KSRTCയെ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്നതിനെതിരെ KSRTC എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തി. എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലാഭേച്ഛ നോക്കി നടത്തുന്ന സർവീസുകളല്ല, ലാഭേച്ഛ നോക്കി നടക്കുന്ന സർവീസുകളാണ് രാത്രികാല സർവീസുകൾ KSRTC നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇത് ലാഭം നോക്കി നടത്തേണ്ട ഒരു പ്രസ്ഥാനമല്ല KSRTC. ഇവിടെ ഈ സ്ഥാപനത്തെ
കുത്തകകൾക്ക് തീരെഴുതുക എന്ന ഉത്തമ ഉദ്ദേശത്തോടു കൂടി ആദ്യകാല പിണറായി വിജയനും താടി ശാസ്ത്രജ്ഞനെയും കൂടി വന്ന് തുടങ്ങിയെന്ന് നിരന്തരമായി പോകുന്നു. ഇത്രയൊക്കെ പണിയെടുക്കുമ്പോൾ ഒരു KSRTC ബസ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോടെ എത്തുമ്പോൾ ഓരോ സ്റ്റാൻഡിൽ ഇറങ്ങിയാലും നമ്മുടെ യാത്രക്കാർക്കോ മറ്റോ ഒക്കെ മറ്റ് സൗകര്യങ്ങൾക്കോ ഒക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം KSRTCക്ക് മാത്രമേ ഉള്ളൂ. ഒരു ഡ്രൈവർക്ക്, ഒരു കണ്ടക്ടർക്ക്, ഒരു ഡ്രൈവർ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ട് ബസ് എത്തുന്നത് വരെ അവനൊന്ന് മൂത്രമൊഴിക്കാൻ പോലും സമയം കൊടുക്കാറുണ്ട്. നമ്മള് അവന്റെ വീട്ടിൽ നിന്ന് വന്നൊരു മൊബൈൽ ഫോണ് അവന് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു റെസ്റ്റ് എന്ന് പറയുന്നത് അവനുണ്ട്. ഇവിടെ ജീവനക്കാർ പണിയെടുക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ഡ്രൈവർ പണിയെടുക്കുന്നില്ല. ഓരോ ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയാലും എവിടെയാണോ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നത് ആ സീറ്റിൽ പോയിട്ട് വേണം നമ്മുടെ കാര്യം നടത്താൻ. KSRTC ബസ്സിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് കണ്ടക്ടർ സഹോദരന്മാര് ഞങ്ങൾ ഓരോ രൂപ ഞങ്ങളെ കളക്ട് ചെയ്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് KSRTCയുടെ കണ്ടക്ടർമാരോട് എടുക്കുന്നില്ല. ഇവിടെയുള്ള മെക്കാനിക്കൽ തൊട്ടപ്പുറത്ത് പോയി നോക്കണം. സമാനമായ വർക്ക്ഷോപ്പുകളാണ് KSRTCയിലുള്ളത്. ഇന്നും ചുറ്റികയും ഉളിയും വെച്ചുകൊണ്ട് പണിയെടുക്കുന്ന ലോകത്തിലെ ഏക വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് KSRTC വർക്ക്ഷോപ്പാണ്. KP രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി PK ബൈജു, TV രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കിഴക്കഞ്ചേരി മൂലങ്കോട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. കിഴക്കഞ്ചേരി മൂലങ്കോട് ചെട്ടിത്തറക്കാട് ജനവാസ മേഖലയിൽ നിന്നുമാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പ്രദേശത്ത് കാട് പിടിച്ചു കിടക്കുന്ന ഭാഗം നന്നാക്കുന്നതിനിടെയാണ് മലമ്പാമ്പിനെ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് വാച്ചർ മുഹമ്മദ് അലി എത്തി മലമ്പാമ്പിനെ പിടികൂടി. പതിനായിരങ്ങൾക്ക് ദർശന സായുജ്യമേകി കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള ദേവരഥ സംഗമം. കൽപ്പാത്തി രഥോത്സവത്തിന്റെ 3ാം തേർ ഉത്സവമായ വെള്ളിയാഴ്ചയാണ് പതിനായിരങ്ങളെ സാക്ഷിയാക്കി ദേവരഥ സംഗമം നടന്നത്. ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും ലക്ഷ്മി നാരായണ പെരുമാളിന്റെയും രഥങ്ങളും ദേവി ദേവന്മാരുൾപ്പെടെ 6 രഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിച്ചു. ബുധനാഴ്ച മുതലാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള രഥപ്രയാണം ആരംഭിച്ചത്. ബുധനാഴ്ച 1ാം തേരും വ്യാഴാഴ്ച 2ാം തേരും ആഘോഷിച്ചു. തേരുമുട്ടി ദേവരഥ സംഗമം കാണാൻ പതിനായിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 10 ദിവസത്തോളമായി നടന്നുവന്ന കൽപ്പാത്തി രഥോത്സവത്തിന് ശനിയാഴ്ച കൊടിയിറങ്ങും.